നമസ്കാരം ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നടന്ന് കയറാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്ന നല്ല മനോഹരമായ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മലയങ്കിഴിയിൽ നിന്ന് മാർനല്ലൂർ എന്നുള്ള സ്ഥലത്താണ്. മാർനല്ലൂർ ക്രൈസ്റ്റ് നഗർ സ്കൂളും അതുപോലെ ക്രൈസ്റ്റ് നഗർ കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 20 മീറ്റർ നമുക്ക് നടന്ന് കയറാനുള്ള ദൂരം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള വില്ല പ്രോജക്റ്റും കാര്യങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ്, റെസിഡൻഷ്യൽ ഏരിയയാണ്. തൊട്ടടുത്തായിട്ടുള്ള എല്ലാ വീടുകളും നമുക്ക് സെയിലായിട്ട് ആയി പോയിട്ടുണ്ട്. ഈ ഒരു വീട് മാത്രമേ നമുക്ക് സെയിലാവാനായിട്ടുള്ളൂ. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്കൊന്ന് കിടക്കാം. കുറച്ച് നല്ല അടിപൊളിയായിട്ടൊരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള മനോഹരമായൊരു വീടാണ്. കുറച്ചുകൂടെ മനോഹരമാക്കുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ചെയ്ത് ഡെക്കറേഷനാക്കി നമുക്ക് ഈ ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ കോൺക്രീറ്റും കാര്യങ്ങളും ഇട്ട വലിയ വീതിയുള്ള റോഡും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് എലിവേഷൻ നമ്മളപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള വൈഡായിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്ക് വരുന്നുണ്ട്. സുഖമായിട്ട് എത്ര വലിയ വണ്ടിയായാലും കോമ്പൗണ്ടിനകത്ത് കയറാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്ത ഒരു ഏരിയയാണ് ഫ്രണ്ടിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്ന 2 വണ്ടി വരെ സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസ് ഉണ്ട്. കവേർഡ് കാർ പാർക്കിങ്ങിനകത്ത് നമുക്കൊരു കാർ ഇടാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കാർ പാർക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ നല്ല അടിപൊളിയായിട്ടുള്ള കവേർഡ് കാർ പാർക്കിംഗ്, അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് നമുക്ക് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോർണറിൽ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് കോർണറിലും സെയിം ഇതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോൾ കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോൾ സിറ്റൗട്ട് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സിറ്റൗട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 6x8 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റൗട്ടാണ് നമുക്ക് വരുന്നത്. 2 സ്റ്റെപ്പ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ട് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഒറ്റ പാളി വരുന്ന ഡോറാണ് നമുക്ക് വരുന്നത്. എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡോർ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കടക്കാം. അപ്പോൾ നേരെ സിറ്റൗട്ട് നേരെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിശാലമേറിയ ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് കാണുന്നത് പോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് തീർത്തുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് TV യൂണിറ്റ് ഏരിയ അത്യാവശ്യം നല്ല വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള TV യൂണിറ്റ് ഏരിയ ആണ്. സൈഡിലും താഴെയുമായി ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു TV യൂണിറ്റ് ഏരിയ. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ് നമുക്ക് സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിങ്സ് എല്ലാം കാര്യങ്ങൾ യൂസ് ചെയ്താണ് ആ ഒരു സ്റ്റെയറിൻ്റെ അടി ചെയ്തിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചണെല്ലാം തന്നെ നല്ല കളർ കോമ്പിനേഷൻ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ ക്യാബിനറ്റ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ഉള്ള ഒരു കിച്ചൺ തന്നെയാണ്. 12x14 ഡയമെൻഷനാണ് കിച്ചണിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആയി കൊടുത്തുകൊണ്ട് ഹോൾ സീലിംഗ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. വർക്ക് ഏരിയ ഉൾപ്പെടെ വരുന്ന ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക്. അത്യാവശ്യം 5x6 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്ലാബും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂം സൈസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല വിശാലമേറിയ സ്പേസ് എല്ലാം നമുക്ക് ഈ റൂമിൽ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ വാൾ റൂംസും ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂംസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആക്കി ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും 2ാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ റൂം സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്.
ഒരു വാൾ റൂപ്സ് ഉൾപ്പെടെ നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇരുമ്പിൻ്റെ ഹാൻഡിൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. സ്റ്റെയർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല വീതിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് നോക്കുമ്പോഴത്തേക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയയിൽ നമുക്കൊരു ഫർഗോള മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കയറി വരുന്നിടത്ത് ഒരു ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെറിയൊരു വിൻഡോ രീതിയിലുള്ളത് വരുന്നുണ്ട്. സ്റ്റെയർ ചെയ്ത് നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ സ്പേസ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 24x17 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂം, ഒരു ലിവിങ് ഏരിയ, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന റൂം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. AC പോയിന്റ് ഉൾപ്പെടെ നമുക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ള റൂമാണ്. വാൾ റൂപ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾ റൂപ്സാണ് നമുക്കിവിടെ വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റൂം സ്പേസ് വരുന്നുണ്ട്. 14x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ റൂം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വാൾ റൂപ്സ് ഉൾപ്പെടെ നമുക്കിവിടെ ഓൾറെഡി നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള റൂം സ്പേസ് ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്കിവിടെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ചുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമും. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള റൂം സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും ബാൽക്കണി ഏരിയ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഓപ്പൺ സ്പേസ് ഏരിയ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തേക്കുന്നത്. ഈ ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഫ്ലോറിങ്ങിലെല്ലാം ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് സ്ട്രിപ്പ് ബാർസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഇവിടെ ഈ ഒരു ഭാഗം കവർ ചെയ്തെടുക്കാനുള്ള ഏരിയ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കും നമുക്കവിടെ ചെയ്താണ് ഈ ഭാഗം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇവിടെ ഒരു സർക്കുലർ വിൻഡോ മോഡൽ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മലയൻകീഴിനടുത്ത് മാർനല്ലൂർ എന്നുള്ള സ്ഥലത്ത് നല്ല കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ബസ് റൂട്ടിൽ നിന്ന് വെറും 10 മീറ്റർ നമുക്ക് നടന്ന് കയറാനുള്ള ദൂരം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂം സൈസും കാര്യങ്ങളൊക്കെ വരുന്ന മനോഹരമായൊരു വീട് നമുക്ക് കംപ്ലീറ്റ് ആക്കി ഇവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 1930 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും 65 ലക്ഷമാണ് നമുക്ക് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.